ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ലിജീസ് വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു റിക്വസ്റ്റഡ് വീഡിയോ ആണ്. നമ്മുടെ ഫ്രണ്ട്സ് കുറച്ച് പേര് ആവശ്യപ്പെട്ടായിരുന്നു എയർ ഫ്രയറിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് റെസിപ്പീസ്, അല്ലെങ്കിൽ അതുകൊണ്ട് നമുക്ക് ഡെയിലി കുക്കിങ്ങിന് നമുക്ക് എന്തൊക്കെ വർക്കുകൾ നമുക്ക് ഈസി ആക്കാൻ പറ്റും, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തിയ ഒരു വീഡിയോ ചെയ്യാനായിട്ട്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് എയർ ഫ്രയറിൽ ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ അങ്ങനെ എയർ ഫ്രയറിൽ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ എയർ ഫ്രയർ ഇപ്പോൾ എൻ്റെ ജോലികൾ ഒരു പകുതിയോളം തന്നെ കുറച്ചു എന്ന് പറയാം. ഒത്തിരി കാര്യങ്ങൾ നമുക്ക് എയർ ഫ്രയറിൽ ചെയ്യാവുന്നതുണ്ട്. നമ്മുടെ ഫ്രണ്ട്സ് പലരും എയർ ഫ്രയർ വാങ്ങണോ വേണ്ടേന്ന് സംശയിച്ച് നിൽക്കുന്നവരുണ്ടാവും. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ഓരോരുത്തരുടെയും കിച്ചണിൽ ഒരു എയർ ഫ്രയർ ഉണ്ടായാൽ നമ്മുടെ ജോലി പകുതിയോളം തന്നെ കുറഞ്ഞു കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ അതൊന്ന് യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡ് നമുക്കൊരു 2-3 ദിവസം കൊണ്ട് നമ്മളത് പഠിച്ചെടുത്താൽ പിന്നെ നമ്മുടെ വർക്കെല്ലാം വളരെ ഈസി ആയിരിക്കും. ഇനി ഇലക്ട്രിസിറ്റി ഒരുപാടാവോ എന്നും പേടിക്കേണ്ട. അത് നമ്മുടെ നോർമൽ വരുന്ന ഇലക്ട്രിസിറ്റി ബില്ലൊക്കെ തന്നെയാണ് നമുക്കിത് ഉപയോഗിച്ചാലും വരുന്നത്. അങ്ങനെ എക്സ്ട്രാ ഓവർ ബില്ലൊന്നും വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മുടെ യൂസ് പോലെ ഇരിക്കും ഓരോ കാര്യങ്ങളും. അപ്പം ഞാനിവിടെ വീട്ടിൽ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എത്രയും വേഗം വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സ് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോ ആരംഭിക്കാം. അപ്പോൾ ഞാനിവിടെ ഫസ്റ്റ് എടുത്തിരിക്കുന്ന ഐറ്റം എന്ന് പറയുന്നത് നേന്ത്രപ്പഴം കേട്ടോ. അപ്പോൾ നേന്ത്രപ്പഴം പുഴുങ്ങുക എന്നുള്ളത് ഒരു മിക്ക വീടുകളിലും ഒരു ആവശ്യമാണല്ലോ. അപ്പോൾ അത് ആദ്യം തന്നെ കാണിക്കാമെന്ന് വിചാരിച്ചു. അത് നമുക്ക് വളരെ എളുപ്പത്തിൽ എയർ ഫ്രയറിൽ നമുക്ക് പുഴുങ്ങിയെടുക്കാൻ പറ്റും. അപ്പോൾ കൊച്ചു കുട്ടികളൊക്കെ ഉള്ള വീട്ടിൽ നേന്ത്രപ്പഴം പുഴുങ്ങി കൊടുക്കുക എന്നുള്ളത് അത് മിക്കവാറും വീടുകളിലൊക്കെ ചെയ്യുന്നതാണ്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 2-3 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ തലയും വാലും ആ ഞെട്ടി ഭാഗമൊക്കെ ഒന്ന് ചെത്തിക്കളഞ്ഞിട്ട് പിന്നെ ജസ്റ്റ് അതിനൊന്ന് ഹാഫാക്കി മുറിച്ചിടുന്നുണ്ട്. പിന്നെ അതുമായി ചെറിയ ഓരോ കട്ടും കൊടുത്തിട്ടുണ്ട്. അത് എത്രയും വേഗത്തിൽ തന്നെ നമുക്ക് പുഴുങ്ങി കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ, നമ്മുടെ ടൈം ലാഭിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനിതുമ്പോൾ ഫസ്റ്റ് ടൈമാണ് നേന്ത്രപ്പഴം പുഴുങ്ങുന്നത്. അപ്പോൾ ഞാൻ 185 ഡിഗ്രിയിൽ വെച്ചിട്ടുണ്ട്. ടെമ്പറേച്ചറും ടൈമിങ്ങും എല്ലാം നമ്മൾ കഴിഞ്ഞാട്ടോ സെറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ 185, 195, 200 വരെ നിങ്ങൾക്ക് വെക്കാം. അതിൽ താഴേക്ക് വയ്ക്കണമെങ്കിൽ അങ്ങനെയും വയ്ക്കാം. കുറച്ചും കൂടെ താഴേക്ക് വയ്ക്കുമ്പോൾ അതിനനുസരിച്ച് ടൈം ഇത് കൂടുതലെടുക്കും കുക്കായി കിട്ടാനായിട്ട്. അപ്പോൾ ഞാൻ നോർമലി 185ലാണ് വയ്ക്കാറ് ഒരുവിധം എല്ലാ ഐറ്റംസും. പിന്നെ ടൈമിംഗ് എന്ന് പറയുന്നത് ഞാൻ 8 മിനിറ്റ്സാണ് വെച്ച കാരണം ഫസ്റ്റ് ടൈമാണല്ലോ ഞാനിത് യൂസ് ചെയ്യുന്നത്. അങ്ങനെ 4 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ അത് പുറത്തേക്കൊന്ന് എടുത്ത് ഒന്ന് തിരിച്ചൊക്കെ ഇട്ട് കൊടുക്കുക, ഒന്ന് മറിച്ചൊക്കെ ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ പുറത്തേക്ക് എടുത്തു. അപ്പോൾ തന്നെ എനിക്ക് തോന്നിയായിരുന്നു ഇനിയും ബാക്കിയുള്ള 4 മിനിറ്റ് കൊണ്ട് ഇത് ബോയിലായി കിട്ടുമെന്ന് സംശയം ഉണ്ടായിരുന്നു. എന്തായാലും ഞാൻ തിരിച്ച് വീണ്ടും വെച്ചു. അങ്ങനെ പിന്നെ ടോട്ടൽ 8 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ എടുത്ത് നോക്കുമ്പോൾ ഒന്നും കൂടെ ബോയിലാകാനുണ്ടെന്ന് തോന്നി. അപ്പോൾ വീണ്ടും ഞാനൊരു 8 മിനിറ്റും കൂടെ വെച്ച് കൊടുത്തു കേട്ടോ. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള പഴത്തിനനുസരിച്ചാണ് ടൈമിംഗ് സെറ്റ് ചെയ്യേണ്ടത്. നല്ലപോലെ പഴുത്ത പഴമാണെങ്കിൽ ചിലപ്പോൾ 16 മിനിറ്റിൻ്റെ ആവശ്യം വരില്ല. ഒരു 12 മിനിറ്റ്സ് അല്ലെങ്കിൽ 10 മിനിറ്റ്സ് ഒക്കെ മതിയാവുമായിരിക്കും. പക്ഷേ എൻ്റെ കയ്യിലുള്ള പഴം എന്ന് പറഞ്ഞാൽ ഒരുപാട് ഓവർ പഴുത്ത പഴമല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഒന്നും കൂടെ വെച്ച് അത് 16 മിനിറ്റ് ആക്കി വെക്കേണ്ടി വന്നു. അപ്പോൾ പഴുപ്പ് കുറവാണെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ടൈം വെക്കുക. നല്ലപോലെ പഴുത്ത പഴമാണെങ്കിൽ ഇത്രയ്ക്കും ടൈം വെക്കേണ്ട കാര്യമില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ വീണ്ടും 8 മിനിറ്റ്സ് വെച്ച് നമ്മൾ എടുത്തു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ നല്ല പോലെ തന്നെ ബോയിലായിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ ഫോർക്കൊണ്ട് ഞാനിങ്ങനെ കുത്തുമ്പോൾ നല്ല പോലെ തന്നെ ബോയിലായതുകൊണ്ട് ആ വശമൊക്കെ തൊണ്ടൊക്കെ നമ്മൾ തൊടുമ്പോഴേക്കും തന്നെ തൊണ്ടൊക്കെ വിട്ട് കിട്ടുന്നത്. എനിക്ക് ഭയങ്കര സന്തോഷമായി, കാരണം ഫസ്റ്റ് ടൈം ഞാൻ ട്രൈ ചെയ്യുന്നതായിരുന്നു. അപ്പോൾ നല്ലപോലെ തന്നെ നമുക്ക് കിട്ടിയിട്ടോ. പിന്നെ ഇത് നമുക്ക് എയർ ഫ്രയറിൽ നമുക്ക് വയ്ക്കാനുള്ള സിലിക്കൺ പ്ലേറ്റ്സുകൾ കാര്യങ്ങളൊക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും ഓൺലൈനിൽ. അപ്പോൾ അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നിരിക്കാം. പിന്നെ നമ്മൾ അവനിൽ ഉപയോഗിക്കുന്ന ഏത് പ്ലേറ്റും നമുക്ക്, അല്ലെങ്കിൽ ഏത് പാനായാലും ഏത് വെസലായാലും നമുക്ക് എയർ ഫ്രയറിലും ഉപയോഗിക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് സിലിക്കണിൻ്റെ പ്ലേറ്റ്. അതാകുമ്പോൾ നമുക്ക് എടുക്കാനും വെക്കാനും വാഷ് ചെയ്യാനും ഒക്കെ എളുപ്പമുണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് ഞാൻ അത് യൂസ് ചെയ്യുന്നത്. നമുക്ക് ഇനിയിപ്പോൾ പ്ലേറ്റ് കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ ജസ്റ്റ് ബേക്കിംഗ് പേപ്പർ അതിനകത്ത് ഇട്ടിട്ട് അങ്ങനെയും നമുക്ക് ചൂടാക്കി എടുക്കാം. അപ്പോൾ അങ്ങനെയും ചെയ്യുന്നത് ഞാൻ വരും വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ.
ഇനി നമ്മുടെ അടുത്ത ഐറ്റം എന്ന് പറയുന്നത് ഫിഷ് ആണ്. അപ്പോൾ ഫിഷ് എനിക്ക് ഫ്രൈ ചെയ്യാനായിട്ട് വെക്കണം. നമ്മൾ എയർ ഫ്രയറിൽ എന്തെങ്കിലും ഫ്രൈ ചെയ്തെടുക്കാമെന്നുള്ളതിൻ്റെ പർപ്പസ് തന്നെ മെയിനായിട്ട് നമ്മൾ ഓയിൽ അവോയ്ഡ് ചെയ്യാനായിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഇവിടെ ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് എക്സ്ട്രാ ഓയിലിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് ജസ്റ്റ് ടേസ്റ്റിന് വേണ്ടിയിട്ട് ഇത്തിരി ഓയിൽ വേണമെങ്കിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ മോളിക്കോടെ ജസ്റ്റ് ഒന്ന് ഇത്തിരി ഒഴിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ നമ്മുടെ സിലിക്കൺ ആ പ്ലേറ്റിൽ കുറച്ച് തേച്ച് പുരട്ടി കൊടുത്താലും മതി. അപ്പോൾ ഞാൻ ഇവിടെ കുറച്ച് ഫിഷ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മത്തി ആട്ടോ എടുത്തിരിക്കുന്നത്. ആ മത്തി നമ്മൾ മസാലയൊക്കെ തിരുമ്മി ഉപ്പും മഞ്ഞൾപ്പൊടി മുളക് പൊടിയൊക്കെ തിരുമ്മി ഞാൻ വെച്ചിരുന്നു. അപ്പോൾ അതെടുത്താണ് ഫ്രൈ ചെയ്യാനായിട്ട് വെക്കുന്നത്. അപ്പോൾ നമ്മുടെ ടൈമിംഗ് ഇവിടെ നമ്മൾ സെറ്റ് ചെയ്യുന്നത് 30 മിനിറ്റാണ്. നമുക്ക് ഫിഷ് ഫ്രൈ ചെയ്ത് കിട്ടാനായിട്ട് 30 മിനിറ്റ് വേണം കേട്ടോ. അപ്പോൾ അത് ഞാൻ 185 ഡിഗ്രിയിലാണ് വെക്കുന്നത്. അപ്പോൾ റൈറ്റ് സൈഡിൽ നമുക്ക് ടൈം സെറ്റ് ചെയ്യാനുള്ള 2 ബട്ടണുകളുണ്ട്, 2 സ്വിച്ച് ഉണ്ട്. ലെഫ്റ്റ് സൈഡിൽ നമുക്ക് ടെമ്പറേച്ചർ സെറ്റ് ചെയ്യാനുള്ള സ്വിച്ചുകളുണ്ട്. അപ്പോൾ ടെമ്പറേച്ചർ കൂട്ടി കുറയ്ക്കുകയൊക്കെ ചെയ്യണമെങ്കിൽ അവിടെ പ്ലസ് മൈനസ് നമുക്ക് അതിൻ്റെ സിമ്പിൾ കാണാം. അപ്പോൾ അത് നോക്കി ചെയ്യാം. റൈറ്റ് സൈഡിൽ ടൈമിംഗ് ആയാലും കൂട്ടാനും കുറയ്ക്കാനും അവിടെ അതിൻ്റെ സിമ്പിളുണ്ട്. അപ്പോൾ അത് നമുക്ക് നോക്കി അങ്ങനെ സെറ്റ് ചെയ്യാം. പിന്നെ ഞാൻ ഉപയോഗിക്കുന്ന എയർ ഫ്രയർ എന്ന് പറയുന്നത് PGNൻ്റെ PGN കമ്പനിയുടെയാണ്. എന്തായാലും നല്ല എയർ ഫ്രയർ ആയിട്ടാണ് എനിക്ക് ഇത്രയും ദിവസത്തെ യൂസ് ചെയ്യുന്ന ഫീൽ ചെയ്തത്. അപ്പോൾ അങ്ങനെ 30 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഫിഷ് നല്ല അടിപൊളിയായിട്ട് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ, നല്ല സൂപ്പറായിരുന്നു കേട്ടോ. ടേസ്റ്റ് ആയാലും നല്ല സൂപ്പറാണ്. പിന്നെ നമുക്ക് അടുത്ത ഐറ്റം നോക്കാം. അടുത്ത ഐറ്റം ഞാനിത് ഇവിടെ എടുത്തിരിക്കുന്നത് ചിക്കനാണ്. അപ്പോൾ നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്യുന്നതും ഈ രീതിയിൽ തന്നെ നമുക്ക് കാണാം. ചിക്കൻ ഞാൻ ഫ്രൈ ചെയ്യുന്നത് ബട്ടർ പേപ്പർ വെച്ചിട്ടാട്ടോ. നമുക്ക് സിലിക്കൺ പ്ലേറ്റിൽ വേണമെങ്കിൽ അങ്ങനെ വെക്കാം, അല്ലെങ്കിൽ ബട്ടർ പേപ്പറിൽ നിങ്ങളൊന്ന് കാണിക്കാമെന്ന് വെച്ച് ഞാൻ ബട്ടർ പേപ്പർ വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ അതിലേക്ക് ഞാൻ ഇത്തിരി ഓയിലൊന്ന് ആദ്യം ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ചിക്കനായാലും ഞാൻ മസാലയൊക്കെ തിരുമ്മി ഓൾറെഡി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെടുത്ത് നമുക്ക് വേണ്ട എന്തൊക്കെ മസാലകളാണോ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മസാലകളൊക്കെ തേച്ച് തിരുമ്മിയൊക്കെ റെഡിയാക്കി വെക്കാം. അതിന് ശേഷം നമ്മൾ ബട്ടർ പേപ്പർ വെച്ചു. അതിലേക്ക് ഞാൻ ഓരോരോ പീസുകളായിട്ട് ചിക്കൻ പീസുകൾ എടുത്ത് വെക്കുകയാണ്. ശരിക്കും പറഞ്ഞത് ഇതിനകത്ത് ഇങ്ങനെ നിരത്തി വെക്കുന്നതാണ് കൂടുതലും നല്ലത്. മുകളിലേക്ക് വെക്കാതെ നമ്മൾ നിരത്തി വെക്കുമ്പോഴാണ് അതിൻ്റെ വർക്ക് അത് ഈസി ആവുക. അപ്പോൾ എൻ്റെ കയ്യിൽ 1-2 പീസ് എക്സ്ട്രാ വന്നു. അപ്പോൾ ഞാനത് ജസ്റ്റ് ഒന്ന് മുകളിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. പക്ഷെ അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. നല്ലപോലെ തന്നെ നമുക്ക് അടിപൊളിയായിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് ഫ്രൈ ചെയ്ത് കിട്ടുന്നുള്ളതാണ്. ഓയിലൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് ഫ്രൈ ചെയ്ത് കിട്ടുകയും ചെയ്യും. ഇനി ഫ്രൈ ചെയ്യാനായിട്ട് നമ്മൾ ഗ്യാസിമൊക്കെ വെക്കുമ്പോൾ നമ്മൾ അതിൻ്റെ അടുത്ത് നിന്ന് ശ്രദ്ധിക്കുകയും അതുപോലെ തന്നെ മറിച്ചിട്ട് കൊടുക്കുക, അങ്ങനെയൊന്നും ചെയ്യാൻ നിൽക്കേണ്ട. ഇത് ഒരു പകുതി ടൈം കഴിഞ്ഞ് കഴിയുമ്പോൾ ജസ്റ്റ് ഒന്ന് എടുത്ത് ഒന്ന് മറിച്ച് കൊടുക്കുക, അത്ര മാത്രമേ ഉള്ളൂ. വേറെ ഒന്നും ചെയ്യാനില്ല. അതോടൊപ്പം തന്നെ നമുക്ക് കിച്ചണിലുള്ള മറ്റു ജോലികളും ചെയ്യാൻ പറ്റും ഈ സെയിം ടൈമിൽ. അപ്പോൾ ഞാനിവിടെ ടൈം സെറ്റ് ചെയ്യുന്നത് സെയിം 30 മിനിറ്റ്സ് ആട്ടോ. അപ്പോൾ ചിക്കൻ ഫിഷ് ഇങ്ങനത്തെയൊക്കെ ഐറ്റംസിന് ഞാൻ 30 മിനിറ്റ്സാണ് വയ്ക്കാറ്. പിന്നെ ചിക്കൻ ഒന്ന് സ്ലോലി ഇത്തിരി ടൈം എടുത്ത് കുക്കാവുന്നത് നല്ലതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആദ്യം 175 വെച്ചു, പക്ഷേ പിന്നെയും അത് മാറ്റി 180ലേക്ക് ആക്കിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ 180ൽ 30 മിനിറ്റ്സാണ് ഞാൻ ചിക്കനായിട്ട് വെക്കുന്നത്. പിന്നെ ഓരോരുത്തരുടെ എയർ ഫ്രയറിനനുസരിച്ച്, ഓരോ കമ്പനിയുടെ എയർ ഫ്രയറിനനുസരിച്ച് ടൈമിലും ടെമ്പറേച്ചറിലൊക്കെ ചിലപ്പോൾ വ്യത്യാസങ്ങൾ വരാം. അപ്പം ഞാൻ ഉപയോഗിക്കുന്ന എയർ ഫ്രയറിൻ്റെ ആ ഒരു മെത്തേഡാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മളത് വെച്ച് ഒരു 15-16 മിനിറ്റ്സ് ബാക്കിയുള്ള സമയത്ത്, അതായത് ഹാഫ് ടൈം ആകുമ്പോൾ നമുക്കൊന്ന് എടുത്ത് അതിൽ നിന്ന് പീസുകളൊക്കെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കുക്കിംഗ് അത് വളരെ ഈസി ആയിരിക്കും കേട്ടോ. 2 വശവും നല്ലപോലെ ഫ്രൈ ആയി കിട്ടാനായിട്ട് അത് സഹായിക്കും. അപ്പോൾ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുന്നത് എപ്പോഴും നല്ലതാണ്. പിന്നെ നമ്മുടെ ഫ്രണ്ട്സിന് ഡൗട്ട് ഉണ്ടാവും, ഇത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കും ഇടയ്ക്ക് നമ്മൾ വലിച്ച് തുറക്കുമ്പോഴൊക്കെ വല്ല കുഴപ്പമുണ്ടോയെന്ന്. ഒരു കുഴപ്പമില്ല. ഞാനിപ്പോൾ കുറേ ദിവസമായി ഇത് യൂസ് ചെയ്യുന്നു, ഡെയിലി യൂസ് ചെയ്യുന്നുണ്ട്. എൻ്റെ ജോലി വളരെ എളുപ്പമാണ്. നല്ല സന്തോഷം തോന്നുന്നു. എനിക്ക് ഇങ്ങനെ ഒരു ഐറ്റം മുൻപേ വാങ്ങിക്കേണ്ടതായിരുന്നു എന്ന് എൻ്റെ മനസ്സിൽ തോന്നാറുണ്ട്. ഞാൻ ഇവിടെ വീട്ടിൽ പറയാറുണ്ട്. അത്രയും നമ്മുടെ ജോലി ഭാരം വളരെ കുറച്ച് തരുന്ന നല്ലൊരു ബെസ്റ്റ് ഐറ്റമാണ്. അപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ റെക്കമെൻഡ് ചെയ്യും. നിങ്ങൾ സാധിക്കുമെങ്കിൽ എയർ ഫ്രയർ ഒരെണ്ണം നിങ്ങളുടെ വീടുകളിലേക്ക് കിച്ചണിലേക്കൊക്കെ വാങ്ങിക്കണമെങ്കിൽ നിങ്ങളുടെ ജോലി വളരെ എളുപ്പമാക്കി കിട്ടും. ഇതൊരു പ്രൊമോഷൻ വീഡിയോ ഒന്നും അല്ല കേട്ടോ. പക്ഷേ നമ്മൾ ഓരോ വീട്ടമ്മമാരും ആഗ്രഹിക്കുന്നത് നമ്മുടെ ജോലി ഭാരം കുറഞ്ഞു കിട്ടാനാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് നിങ്ങളോട് ഷെയർ ചെയ്തെന്നുള്ളൂ. പിന്നെ നമ്മുടെ ചിക്കൻ ഇവിടെ ഫ്രൈ ആയി. അപ്പോൾ അങ്ങനെ നമുക്ക് 30 മിനിറ്റ്സാണ് ചിക്കൻ ഫ്രൈ ചെയ്ത് എടുക്കാൻ വേണ്ടി വന്നത്. അപ്പോൾ നല്ല പോലെ തന്നെ കുക്കായി കിട്ടിയിട്ടുണ്ട്. നല്ല പോലെ ഫ്രൈ ആയി, നല്ല സോഫ്റ്റാണ്. നമ്മളിതിനകത്ത് ഏതൊരു ഐറ്റം ഫ്രൈ ചെയ്തെടുക്കുമ്പോഴും നല്ല സോഫ്റ്റായിട്ട് കിട്ടുകയും ചെയ്യും. അതോടൊപ്പം തന്നെ ക്രിസ്പി ആയിട്ടും കിട്ടും.
കിട്ടും. നിങ്ങൾക്ക് ഓവർ ക്രിസ്പിനെസ് വേണ്ടെങ്കിൽ ടൈം അല്പം കുറച്ച് വയ്ക്കുക. നമുക്ക് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടേണ്ട ഐറ്റം ആണെങ്കിൽ 1-2 മിനിറ്റൊക്കെ നമുക്ക് കൂട്ടിയും വയ്ക്കാം. അപ്പോൾ ഇവിടെ എനിക്ക് 30 മിനിറ്റ്സിൽ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിരുന്നു. ഞങ്ങളൊക്കെ ശരിക്കും പറഞ്ഞാൽ എൻജോയ് ചെയ്തു. ഫസ്റ്റ് ടൈമാണ് ഞാൻ ചിക്കൻ ഇതിനകത്ത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഭയങ്കരമായിട്ട് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. അധികം ഓയിലില്ലാതെ തന്നെ നമുക്ക് ചിക്കൻ ഫ്രൈ ഒക്കെ കഴിക്കാം കേട്ടോ. ചിക്കൻ ഫ്രൈ എൻജോയ് ചെയ്യാം. ഇനി ഞാനിവിടെ അടുത്തത് കാണിക്കുന്ന ഐറ്റം എന്ന് പറയുന്നത് ഫിഷ് ഫ്രൈ ആണ്. നമ്മൾ നേരത്തെ കണ്ടത് മത്തി ഫ്രൈ ചെയ്തെടുക്കുന്നതാണ്. ഇനിയിപ്പോൾ ഞാൻ ഇവിടെ ഞങ്ങൾക്ക് ഇവിടെ കിട്ടുന്ന രോഹു മീൻ, നുറുക്കുമീൻ ഉണ്ടല്ലോ, അപ്പോൾ അതൊന്ന് ഫ്രൈ ചെയ്യുന്നതാണ്. അപ്പോൾ ഞങ്ങൾക്കിന്ന് വൈകുന്നേരത്തിന് ഫിഷ് ഫ്രൈ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഫിഷ് ഇതിനകത്ത് ബട്ടർ പേപ്പറിൽ വീണ്ടും വെച്ച് കൊടുക്കുകയാണ് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഇത് വെച്ച് കൊടുത്തിട്ട് നമുക്ക് ജസ്റ്റ് ഇത്തിരി ഓയിൽ എൻ്റെ മുകളിൽ കൂടെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഫിഷിൻ്റെ ടൈം ഞാൻ മുൻപും പറഞ്ഞല്ലോ 30 മിനിറ്റ്സ് ആണ് നമുക്ക് ഫിഷ് ഫ്രൈ ചെയ്യാനായിട്ട് വേണ്ടത്. അപ്പോൾ 30 മിനിറ്റ്സ് കഴിയുമ്പോൾ അതിനിടയ്ക്ക് നമുക്കൊന്ന് നമ്മുടെ ഈ എയർ ഫ്രയറിൽ വയ്ക്കുന്ന ഈ പാത്രം ഒന്ന് ജസ്റ്റ് ഒന്ന് വലിച്ച് പുറത്തെടുത്ത് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം പീസുകളെ. അതിനുശേഷം വീണ്ടും അടച്ചു വെച്ച് കഴിഞ്ഞാൽ 30 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് നല്ല പോലെ തന്നെ ഫിഷ് ഫ്രൈ നല്ല റെഡി ആയിട്ട് കിട്ടും. അപ്പോൾ ഇവിടെ ഞാൻ ഓയിൽ ഇത്തിരി മോളിക്കോടെ ഒന്ന് ജസ്റ്റ് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ ഫിഷ് ഫ്രൈ ചെയ്യാനായിട്ട് വെക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ ഇവിടെ ഞാൻ 16 മിനിറ്റ്സാണ് വെച്ചിരിക്കുന്നത്. 16 മിനിറ്റ് കഴിയുമ്പോൾ ഓഫ് ആവും. ആ സമയത്ത് നമുക്ക് എടുത്തിട്ട് വീണ്ടും മറിച്ചൊക്കെ ഇട്ടിട്ട് വീണ്ടും അടുത്ത ഒരു 15 മിനിറ്റ് അല്ലെങ്കിൽ 14 മിനിറ്റും കൂടെ വെച്ച് കൊടുക്കാം. അപ്പോൾ ടോട്ടൽ 30 മിനിറ്റ്സ് ആട്ടോ നമുക്ക് ഫിഷ് ഫ്രൈ ചെയ്യാനായിട്ട് വേണ്ടത്. അപ്പോൾ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. നമ്മളിനി പകുതി സമയം എത്ര നേരത്ത് അറിഞ്ഞില്ലെങ്കിലോ മറിച്ചിടാൻ, അപ്പോൾ അങ്ങനത്തെയൊക്കെ സമയത്ത് നമുക്ക് അത്രയും ടൈം മാത്രം വെച്ചിട്ട് മറിച്ചിട്ടതിന് ശേഷം വീണ്ടും ബാക്കിയുള്ള ടൈമും കൂടെ വെച്ച് കൊടുക്കാം. എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം. ഇതിനകത്ത് സെറ്റിങ്സ് ഒന്നും ഒട്ടും തന്നെ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. ഇനി ഇതിനകത്ത് ചിക്കൻ ഫിഷ് ഫ്രൈ മാത്രമല്ല കേട്ടോ, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് ചെയ്യാം. നമുക്ക് കപ്പലണ്ടി ഫ്രൈ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. പിന്നെ റവ വറുക്കണമെങ്കിൽ, ഉപ്പുമാവ് ഉണ്ടാക്കാനായിട്ടുള്ള റവ വറുക്കണമെങ്കിൽ അത് ചെയ്യാം. പിന്നെ പപ്പടം വറുക്കണമെങ്കിൽ അങ്ങനെയാവാം, ബണ്ണുണ്ടാക്കണമെങ്കിൽ അങ്ങനെയാവാം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇതിനകത്ത് ചെയ്യാവുന്നുണ്ട്. എഗ് ഓംലെറ്റ് ഉണ്ടാക്കാം, അപ്പോൾ ബുൾസായി അല്ലെങ്കിൽ ബ്രെഡ് ടോസ്റ്റ്, അങ്ങനെയൊക്കെയുള്ള ഒത്തിരി കാര്യങ്ങൾ. അതുപോലെ തന്നെ കുട്ടികൾക്കൊക്കെ കൂടുതൽ ഇഷ്ടമുള്ള നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസ്, ആ ഐറ്റംസ് എല്ലാം ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ അതിൻ്റെയൊക്കെ വീഡിയോ പറ്റുന്നത് പോലെ വരും ദിവസങ്ങളിൽ എന്തെങ്കിലുമൊക്കെ നിങ്ങളെ കാണിക്കാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈം എടുത്ത കുറച്ച് വീഡിയോ മാത്രമാണ് ഇവിടെ ഇപ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. ഇത് ഓഫ് ആവേണ്ട സമയത്ത് ഓട്ടോമാറ്റിക്കലി ഓഫ് ആയിക്കോളും കേട്ടോ. നമ്മൾ വെച്ചിരിക്കുന്ന ആ ടൈം കഴിഞ്ഞ് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇത് ഓഫ് ആയിക്കോളും. അപ്പോൾ അങ്ങനെ ഞാൻ ആദ്യം 16 മിനിറ്റ് വെച്ചിരുന്നു. അപ്പോൾ അതിനുശേഷം എടുത്ത് എല്ലാ പീസുകളേക്കും ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ട് വീണ്ടും ഞാനൊരു 14 മിനിറ്റ്സും കൂടെ എക്സ്ട്രാ വെക്കുന്നുണ്ട്. എന്നാലും നമ്മുടെ 30 മിനിറ്റ് ആവുള്ളൂ ടോട്ടൽ. അപ്പോൾ അങ്ങനെ നമ്മൾ ഓരോ പ്രാവശ്യം ഓരോ ഐറ്റം ഫ്രൈ ചെയ്തെടുത്ത് കഴിയുമ്പോൾ നമുക്ക് ടൈമിനെ പറ്റി ഒരു ഐഡിയ കിട്ടും. അപ്പോൾ പിന്നത്തെ പ്രാവശ്യം നമുക്ക് അങ്ങനത്തെ ഒരു ഐറ്റം ചിക്കൻ ആണെങ്കിൽ ചിക്കൻ, ഫിഷ് ആണെങ്കിൽ ഫിഷ്, സെക്കൻഡ് ടൈം നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ നമുക്ക് ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് വെച്ച് നമുക്ക് രണ്ടാമത്തെ പ്രാവശ്യം ചെയ്യാൻ പറ്റും. കൂടുതൽ ഫ്രൈ ചെയ്യണമെങ്കിൽ അങ്ങനെ കുറച്ച് ടൈം ഫ്രൈ ചെയ്താൽ മതിയെങ്കിൽ ടൈം കുറച്ചും അങ്ങനെയൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാം, കൂട്ടിയും കുറച്ചൊക്കെ സെറ്റ് ചെയ്യാം. അപ്പോൾ അങ്ങനെ നമ്മുടെ ഫിഷ് ഫ്രൈ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഫ്രൈ ചെയ്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ഐറ്റത്തിലേക്ക് കടക്കാം. അടുത്ത ഐറ്റം ഞാനിവിടെ എടുത്തിരിക്കുന്നത് വെളുത്തുള്ളി കേട്ടോ. അപ്പോൾ വെളുത്തുള്ളി നമുക്ക് എല്ലാവർക്കും കിച്ചണിൽ ഒരുവിധം എല്ലാ കറികൾ ഉണ്ടാക്കുമ്പോഴും തോരൻ ഉണ്ടാക്കുമ്പോഴും ഒക്കെ ആവശ്യമുള്ളൊരു ഐറ്റമാണ്. അപ്പോൾ ഇത് തൊണ്ട് കളയാൻ നമുക്ക് കുറച്ച് ടൈം എടുക്കുമല്ലോ. അപ്പോൾ വെളുത്തുള്ളി നമുക്ക് എയർ ഫ്രയറിൻ്റെ ഈ ഒരു പാനിലേക്ക് വെച്ചിട്ട് ഒന്ന് വിടർത്തിയിട്ട് കൊടുക്കുക. അതിൻ്റെ അല്ലിയൊക്കെ ഒന്ന് വിടർത്തിയിട്ട് കൊടുക്കുകയാണെങ്കിൽ എത്രയും വേഗത്തിൽ തന്നെ നമുക്കത് പുറത്തെടുത്ത് അതിൻ്റെ തൊലി വളരെ സ്പീഡിൽ തന്നെ നമുക്ക് എടുത്ത് കളയാൻ പറ്റും. ജസ്റ്റ് ഇങ്ങനെ തൊലി ഇങ്ങനെ പറക്കി കളഞ്ഞാൽ മതി, അത്രയും എളുപ്പമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തിട്ട് എനിക്കത് വളരെ യൂസ്ഫുള്ളായിട്ട് തോന്നി. അതുകൊണ്ടാണ് ഈ വീഡിയോ നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ വെച്ചിരിക്കുന്നത് 185 ഡിഗ്രി തന്നെയാണ്. അത് ഒരു 4 മിനിറ്റ് ആയിട്ടോ ഞാൻ വെച്ചിരിക്കുന്നത്. അപ്പോൾ 4 മിനിറ്റിൽ നമ്മളത് വെച്ചിട്ട് എടുക്കുമ്പോൾ അതിനിടയ്ക്ക് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കണം. അതിനുശേഷം നമ്മൾ പുറത്തെടുത്ത് അതിൻ്റെ തൊലി കളയണമെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് വെളുത്തുള്ളിയുടെ തൊലി കളയാനും സാധിക്കും.
അടുത്ത നമ്മുടെ ഐറ്റം പാവയ്ക്ക കേട്ടോ. അപ്പോൾ പാവയ്ക്ക ഞാൻ ഫ്രൈ ചെയ്തെടുക്കാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ പാവയ്ക്കയ്ക്ക് ഇതാ ഞാൻ പാവയ്ക്ക കട്ട് ചെയ്തെടുത്തിട്ട് റൗണ്ട് ഷേപ്പിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് അതിനകത്ത് ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമ്മളിതാ ഇത്തിരി ഓയിലൊന്ന് സിലിക്കണിൻ്റെ ആ ഒരു പ്ലേറ്റിലേക്ക് ഇത്തിരി ഓയിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് പാവയ്ക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. പാവയ്ക്ക് നല്ലപോലെ ഇങ്ങനെ പരത്തി വിരിച്ചാണ് വെക്കുന്നത്. അതിൻ്റെ മുകളിൽക്കൂടെ ഇത്തിരി ഓയിൽ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് സ്പ്രിങ്കിൾ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം പാവയ്ക്ക് നമുക്ക് ഒരു 15 മിനിറ്റ്സ് വെക്കണം കേട്ടോ. 185 ഡിഗ്രിയിൽ 15 മിനിറ്റ്സ് വെച്ച് കഴിഞ്ഞാൽ പാവയ്ക്ക് നമുക്ക് നല്ലപോലെ ഫ്രൈ ചെയ്ത് കിട്ടും. അപ്പോൾ ഇടയ്ക്ക് ഞാനതൊന്ന് തുറന്ന് നല്ലപോലെയൊക്കെ ഒന്ന് മിക്സ് ആക്കിയിട്ട് കൊടുക്കുന്നുണ്ട്. വീണ്ടും വെച്ച് വീണ്ടും അങ്ങനെ 15 മിനിറ്റ്സ് ആയപ്പോൾ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പാവയ്ക്ക് നമുക്ക് നല്ല ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. പാവയ്ക്ക് വറുക്കാൻ അടുപ്പത്തൊക്കെ വെക്കുന്ന മയത്തെ അത്രയും ടൈം ടേക്കിങ്ങും അല്ല, നമ്മളവിടെ കൂടെ നിൽക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതിൻ്റെ സൈഡിൽ കൂടെ തന്നെ നമുക്ക് വേറെ ജോലികളും ചെയ്യാം. അടുത്തതായിട്ട് നമുക്ക് എന്തെങ്കിലും റീഹീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഐറ്റം എന്ന് പറയുന്നത് എയർ ഫ്രയർ ആട്ടോ. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് അത് റീഹീറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ ഞാൻ എന്താ കുറച്ച് റൈസ്, ഉച്ചക്കാലത്ത് റൈസ് കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ വൈകുന്നേരം ഫുഡ് കഴിക്കാൻ നേരത്ത് ഞാനത് ചൂടാക്കാനായിട്ട് വെക്കുകയാണ്. അപ്പോൾ 2 മിനിറ്റ് നമ്മൾ വെച്ചാൽ മതി. നമ്മുടെ കയ്യിലുള്ള റൈസിൻ്റെ ആ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് നമുക്ക് വെക്കാം കേട്ടോ. അപ്പോൾ ഒരു കുറച്ച് റൈസ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാനത് 2 മിനിറ്റ് ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് 185 ഡിഗ്രി തന്നെ. അപ്പോൾ അത് 2 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും നമുക്കത് ചൂടാക്കി എടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ ഒരുപാട് വീഡിയോസ് നമുക്ക് ഇനിയുണ്ട്. അപ്പോൾ വരും ദിവസങ്ങളിലൊക്കെ ഞാൻ സമയം കിട്ടുന്നതിനനുസരിച്ച് അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നു കരുതുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും ഒട്ടും തന്നെ മറക്കരുത്. ഫേസ്ബുക്കിലാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ലിജീസ് വ്ളോഗ്സ് എന്നുള്ള ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്തതിന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ വീണ്ടും നമുക്ക് നല്ലൊരു അടിപൊളി വീഡിയോയുമായി കാണാം. ബൈ ബൈ.